ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ അതിന്റെ 10% പോലും ഇല്ല. അത്രയും ഗതികെട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തിരുന്ന് ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അത് നോക്കി ഞാൻ വെള്ളം ഇറക്കും. അപ്പോ അന്ന് ഓർഡർ എടുത്തിട്ട് 100 രൂപയില്ല. അപ്പൊ 40, 60, 100 രൂപ ആവണം ശരിക്കും പറഞ്ഞത് കഴിക്കണമെങ്കിൽ. എന്നെ ഇറക്കി വിട്ട പല സ്ഥാപനങ്ങളുണ്ടെന്ന് ഞാൻ പരസ്യം ചോദിച്ചു തന്നിട്ടുള്ളത്. 500,000 ഒക്കെ ഒരു സംപ്രേഷണം ചെയ്യാൻ വേണ്ടി. ഇന്ന് അവര് എത്ര ലക്ഷം രൂപ ആണെങ്കിലും തരാൻ ജോബി ഞങ്ങളുടെ ഒരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മുടെ പുറകിൽ നമ്മൾ എന്തെങ്കിലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരാൻ 100 ആളുണ്ടാവും. പക്ഷെ ആ ആവുന്ന വരെ നമ്മുടെ പുറകെ അധികം ആരും ഉണ്ടാവില്ല. ഇടയ്ക്ക് ജോബി ചോദിച്ചോണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോ കൊച്ചിന് മിഠായി മേടിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 10 ലക്ഷം ആൾക്കാർ കണ്ടിട്ട് അതിൽ 100 ആൾക്കാർ നെഗറ്റീവ് കമന്റ് എഴുതിയ 10 ലക്ഷം 100 തമ്മിലുള്ള വ്യത്യാസം എന്താ? അവർക്ക് എഴുതാനുള്ള ഒരു മാധ്യമമാണത്. അത് എഴുതിക്കോട്ടെ. ഹലോ ജോബി, അറിയോ? പിന്നെ അറിയാത്ത ആരാന്ന്? പിന്നെ എന്തെല്ലാം വീട് എവിടെ? ഞാൻ കൊല്ലത്തുനിന്നാണ്. നമ്മുടെ യൂണിറ്റ് കോഴിക്കോട് നിന്നാണ്. പിന്നെ അതെ, സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് വിളിക്കും. അപ്പൊ നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് ഈ പാലം. ഞാൻ ഇറങ്ങാം. പാലം ഇതെന്റെ നാടല്ലേ? ചുവന്നുകൊണ്ട് പാലം കണ്ടു, ചുവന്നുകൊണ്ട് കണ്ടു. പിന്നെ ഈ ചുവന്ന വണ്ടി കണ്ടപ്പോഴേ ഈ ജോബി ആണല്ലോ എന്ന് മനസ്സിലായി. ഞാനൊരു യാത്രയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അതെ, പിന്നെ എന്തായാലും നമ്മൾ നേരിട്ട് കണ്ട സ്ഥിതിക്ക് യൂട്യൂബൊക്കെ നമുക്കുണ്ടല്ലോ, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലോ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്കൊരു നാരങ്ങളും അങ്ങോട്ട് കാച്ചാലോ? ഇത് നമ്മുടെ പാലം ഫേമസ് ആണ്. അതില് മുകളിലെ ആൾക്കാർ കുളിക്കലൊക്കെ ഭയങ്കര. പക്ഷെ ഇപ്പൊ അത് പോലീസ് വന്ന് അടച്ചു പൂട്ടി. കാരണം അത് അപകടകരമായ അവസ്ഥയിൽ കണ്ട. ആ കംപ്ലീറ്റ് ആ കൈവരിയൊന്നും ഇല്ല അവിടെ. എന്നാ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിക്കാം. നമ്മുടെ നാട് എങ്ങനെ അടിപൊളിയല്ലേ? പിന്നെന്താ, നല്ല വെയിലുണ്ട് അല്ലേ? പിന്നെ സോഡ റെഡി. ഓക്കെ, എന്തൊക്കെയാണ് വേറെ പുതിയ വിശേഷം? സുഖം, അടിപൊളി, ഇങ്ങനെ നന്നായി പോണു. എങ്ങനെയാണ് ഞങ്ങളുടെ നാട്? സൂപ്പറാണ്. ഞങ്ങളുടെ പാലം അടിപൊളി. ഞങ്ങളുടെ നാട്ടുകാരാണെങ്കിൽ അതിനും സൂപ്പറാ. എല്ലാവരും ഇത് കാണിച്ചേ. അടിപൊളി, സൂപ്പർ സെറ്റ്. നമ്മുടെ നാടല്ലേ, നമ്മള് എന്താ പറയാ. ഇപ്പോ നിങ്ങളിപ്പോ എന്നെ കാണാൻ വന്നു. അതിന് മുമ്പ് ഒരുപാട് എന്താ പറയാ കഷ്ടപ്പാടും പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ ഒക്കെ നമ്മള് കടന്ന് വന്നവിടെ എത്തിയത്. ഇത് ഓട്ടോറിക്ഷ കണ്ട, ആ ഓട്ടോറിക്ഷയാണ് നമ്മുടെ ഒരുപാട്. ചുവന്ന മണ്ണ് എന്നൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടൊക്കെ ജോബിയിലൂടെ. അതിനുമ്പോ അങ്ങനെ സ്ഥലത്ത് ഞാൻ കേട്ടിട്ടില്ല. ചോര വീണ മണ്ണെന്നൊക്കെ പാട്ട് കേട്ടിട്ടുണ്ട്. ചുവന്ന മണ്ണെന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ജോബിയിലൂടെ കേൾക്കുന്നത്. അപ്പൊ ഒരു പ്രദേശത്തിന്റെ ഐഡന്റിറ്റി ആയിട്ട് ജോബി കേട്ടൊന്നും അറിയില്ല. ഒരു കാര്യം ഇവിടെ ഇരിക്കും, ഒരു അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ വന്ന് സംഭവിക്കണതല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാന് ടൈൽസ് പണി, കുരുമുളക് പറിക്കാൻ, കാട്ടിൽ ചെന്ന് വാഴൂണ് വെട്ടാനായിട്ട്, തോട് വൃത്തിയാക്കാൻ, ഒരു മനുഷ്യൻ എന്തൊക്കെ പണിക്ക് പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് സന്തോഷം. അവിടുന്ന് ഓട്ടോറിക്ഷയിൽ വന്നു, ബസ്സിൽ കണ്ടക്ടറായിട്ട് വന്നു. അവിടുന്ന് എന്താ പറയാ അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് സിനിമയുടെ പുറകെ കുറെ നടന്നു. കുറെ കാശ് പലരും പറ്റിച്ച് അങ്ങനെ കൊണ്ടുപോയി. അപ്പോ ദൈവം സഹായിച്ച് ഇന്ന് ഒരു യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നിങ്ങളടക്കം കണ്ടപ്പോ നമ്മൾ തിരിച്ചറിയാം. അതൊക്കെ വലിയ സന്തോഷല്ലേ? അല്ല, മാത്രമല്ല ഈ ഒരു പ്രദേശമില്ല. ഇപ്പൊ ജോബി പറഞ്ഞു അതങ്ങ് അറിയാതെ സംഭവിച്ചു പോയെന്ന്. അതെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ചുവന്നുകൊണ്ടില്ല ഒരേ ഒരു വ്യക്തി ജോബി അല്ല. അനുഗ്രഹം കൊണ്ടാട്ടോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആദ്യം ദൈവത്തിന് നന്ദി പറയണം. പിന്നെയൊക്കെ അവസാനം എന്താ പറയാ, നമ്മുടെ പ്രയത്നം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പോലെ കുറെ ആൾക്കാരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന കുറെ ചേട്ടന്മാര്, ചേച്ചിമാര്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കയറിയിറങ്ങാത്ത ചാനലും മാധ്യമങ്ങളൊന്നും ഉണ്ടായില്ല. എന്നെ പോലെ കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് എന്തെങ്കിലും ഒന്ന് ആവണം എന്ന് ഓർത്തിട്ടാണ് ചെറിയൊരു ഫേസ്ബുക്ക് തുടങ്ങിയത്. അപ്പൊ നാട്ടിലും വീട്ടിലൊക്കെ ആ സമയത്ത് എന്താ പറയാ ക്യാമറയൊക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് ഇതേ പ്രാന്തന്ന് പോകണം, ഇവനൊന്നും വേറെ പണിയില്ലെന്ന് ചോദിക്കാറ്. അതിപ്പോ അവരും കുറ്റപ്പെട്ട് കാര്യമില്ല, വീട്ടിലും ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ പലരും നമ്മൾ അന്വേഷിച്ച് വരുന്നു. എല്ലാം കഷ്ടപ്പാട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളൊരു കര പിടിച്ചാൽ അന്വേഷിക്കുന്ന ആളുണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, തുടങ്ങിയത് ഫേസ്ബുക്കിലാണോ? ഫേസ്ബുക്ക് തന്നെ, സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയത് ഫേസ്ബുക്കിലാണ്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു 10,000 ആൾക്കാർ കണ്ടപ്പോ ഒക്കെ നമുക്ക് എന്താ പറയാ ഒരു 10 മില്യൺ കണ്ടതിന് പ്രതികരണം. ഇവിടെ ഒരു
100 ആള് നമ്മുടെ വീഡിയോ കാണുമ്പോൾ 100 എന്ന് പറഞ്ഞ രീതി കാണുമ്പോൾ ഞാനിവിടെ തുള്ളിച്ചാടി ഭ്രാന്തന്റെ പോലെ നടക്കും. 100 ആള് ജോബി ചോന്നുകൊണ്ടിട്ട് ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടെന്ന് പറയും. പക്ഷെ ഇന്നിപ്പോ 10 മില്യൺ 20 മില്യനൊക്കെ കാണും. അതൊക്കെ ദൈവത്തോട് നന്ദി പറയാം. അത്രേ ഉള്ളൂ. അതിലൊന്നും വലിയ നമ്മൾ ചെയ്യാന്നേ ഉള്ളൂ. അത്രേ അല്ല, നമ്മൾ എന്തെങ്കിലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരാൻ 100 ആളുണ്ടാവും. പക്ഷെ ആ ആവുന്ന വരെ നമ്മുടെ പുറകെ അധികം ആരും ഉണ്ടാവില്ല. അധികം ഉണ്ടാവില്ല എന്നല്ല, നിരുത്സാഹപ്പെടുത്താൻ മാക്സിമം ആളുണ്ട്. ഞാനൊക്കെ പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും ഇട്ട് അവസാനിപ്പിച്ച് പോണെന്നത്. പക്ഷെ എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും ആവണമെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെട്ടേ പറ്റും. അല്ലെങ്കിൽ ഒരാളും ആരും ഒന്നും ആക്കില്ല. ആരും കുറ്റം പറയാൻ പറ്റില്ല. അവരെ നല്ലതിന് വേണ്ടി വേറെ ആൾക്കാരെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലം അതാണ്. ഞാൻ തൃശ്ശൂർ ടൗണിൽ ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ട് സാധാരണ ഒരു കുറച്ച് പത്രപരസ്യങ്ങളൊക്കെ കൊണ്ട് അന്നൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കാൻ പോലും ഇവിടെ പൈസ ഇല്ല. അന്ന് അതായിരുന്നു സിനിമ. അങ്ങനെയാണ് ഇപ്പൊ ഈ ബ്ലോഗിങ്ങിലേക്ക് വന്നത്. കണ്ടമാനം സംവിധായകര് അല്ലെങ്കിൽ ഈ ലോക്കൽ സംവിധായകര് 500, 1000, 2000 ഒക്കെ വെച്ച് നമ്മൾ കാശ് പറ്റിച്ച് പോയിട്ടുണ്ട്. എവിടെ ഷൂട്ടിംഗ് കണ്ടാലും പോയി വായും പിടിച്ച് നോക്കിക്കായിരുന്നു. അതായിരുന്നു ഒരു കാലം. പിന്നെ അങ്ങനെയാണ് ഈ ഫേസ്ബുക്കിൽ വന്നിട്ടാ. അപ്പോ ഒരുപാട് സ്ഥലത്ത് നിന്ന് എന്താ പറയാ, തൃശ്ശൂർ ടൗണ് എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ തന്നതാ. പക്ഷെ ഇന്ന് ഒരുപാട് സന്തോഷം തന്നതാ. കാരണം ഞാൻ ഈ പത്രപരസ്യം കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ആഡ് ടിവിയിൽ കൊടുക്കാനായിട്ട് ഒരു പരസ്യം തരുമെന്ന് ചോദിച്ചിങ്ങനെ നടന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവിടുത്തെ വലിയ ബിസിനസ് സംരംഭകർ പോലും അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴൊന്നും വരാൻ പറ്റില്ല, ആരെ നിങ്ങളോട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഫയലൊക്കെ എടുത്ത് എന്റെ മുഖത്ത് കയറുന്നുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു, 6-7 വർഷം കഴിഞ്ഞു. അവരെ ഇറക്കി വിട്ട അതേ സ്ഥലത്ത് നിന്നിട്ട് ഞാനിപ്പോ പറയുന്നില്ല, അവരുടെ സ്ഥാപനത്തിന്റെ വീഡിയോ എടുത്തിട്ട് ഈ ഞാൻ പ്രതീക്ഷിക്കാത്ത കാശ് അതേ സ്ഥലത്ത് നിന്ന് മേടിച്ചിട്ട് പോരുമ്പോ അത് ദൈവത്തോട് നന്ദി പറയാണ്. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ലാന്ന്. നമുക്ക് അവരുടെ സാഹചര്യം അതാണ്. അവരുടെ സാഹചര്യം ഒന്നും അതിന് പറയേണ്ടത്. അവർക്ക് മറ്റുള്ളവരുടെ മേലുള്ള വിശ്വാസം ഇല്ലായ്മയുണ്ട്. അതാണ്. പക്ഷെ ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഇറക്കി വിട്ട പല സ്ഥാപനങ്ങളുണ്ടെന്ന് ഞാൻ പരസ്യം ചോദിച്ചു തന്നിട്ടുള്ളത്. 500,000 ഒക്കെ ഒരു സംപ്രേഷണം ചെയ്യാൻ വേണ്ടി ഇന്ന് അവര് എത്ര ലക്ഷം രൂപ ആണെങ്കിലും തരാൻ ജോബി ഞങ്ങളുടെ ഒരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മുടെ പുറകിണ്ട്. അതൊക്കെ സംഭവിച്ചു പോകണമെന്ന്. നാളത്തെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റില്ല. ഇന്നിങ്ങനെയാണ്. അല്ല, എങ്കിലും അതൊരു സുഖം തരുന്നുണ്ടല്ലോ. നമ്മളതിന് പ്രതികാരം ഒന്നും പറയില്ലെങ്കിൽ കൂടി ഒരു സന്തോഷമുണ്ട്. അതൊരു സുഖം. മോനെ എന്നൊരു വിളിയുണ്ട് മനസ്സിലായോ? അല്ല, ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അനുഭവിച്ച പോലെ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്ത് ഒരു ടയർ പൊട്ടിയിട്ട് റോട്ടിൽ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് ആ ടയറൊന്നും മാറാൻ വേണ്ടിയിട്ട്. അതായത് ഒരു അത്രയും ഗതികെട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തിരുന്ന് ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നോക്കി ഞാൻ വെള്ളം ഇറക്കും. അപ്പോൾ അന്ന് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് 100 രൂപ ആവില്ല. അപ്പോൾ 40, 60, 100 രൂപ ആവണം ശരിക്കും പറഞ്ഞത് കഴിക്കണമെങ്കിൽ. അപ്പോൾ ആ അവസ്ഥയിൽ ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് വിശേഷങ്ങളായിക്കോട്ടെ, എന്ത് പരിപാടിയായിട്ട് ഡയാലിസിസ്, അങ്ങനെ ഒരുപാട് ആളുകളെ ഇന്ന് എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട് പല സാഹചര്യങ്ങളിൽ കൂടെ. അത് തന്നെയാണ് ദൈവം കൊണ്ട് എത്തിച്ചത്. അത് മാത്രമല്ല, ഈ അനുഭവം ഉള്ളതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അനുഭവം അല്ല, ഞാൻ ആലോചിക്കുക, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ എന്നെ ഒന്ന് തിരിച്ചറിയണം. എൻ്റെ മുഖം ഞാൻ ഏതിലും പോകുമ്പോൾ അതേ ജോബി ചോന്നുകൊണ്ടല്ലേ എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ ടൗണിൽ കൂടെയൊക്കെ തുടക്കകാലത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എന്നെ 2-3 ആൾക്കാർക്ക് നന്നായി നോക്കി. അപ്പം ഞാൻ വിചാരിച്ചതേ, ഈ ഞാൻ മുഖം കഴുകിയില്ല, തൊട്ടടുത്ത് പോയിട്ട് കണ്ണാടിയിലൊക്കെ ബൈക്കിനൊക്കെ നോക്കി ഒന്നുമില്ലല്ലോ. പിന്നെ മനസ്സിലായി ഇവര് എവിടെയോ കണ്ടിട്ടുണ്ട്. എന്തിനാ പറയണേ, എന്റെ കൊച്ച് അവൾക്ക് 3 വയസ്സുള്ളപ്പോ 4 വയസ്സുള്ളപ്പോ ഞാൻ അവളോട് പറഞ്ഞു മിഠായി ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് ഇടയ്ക്ക് ജോബി ചോന്നോണെന്ന് പറഞ്ഞ് വിളിച്ചു. കൊച്ചിന് മിഠായി മേടിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അവസ്ഥയൊക്കെ അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് വന്നതും നിന്നതും പോയതൊന്നും പറയാൻ യാതൊരു മടിയില്ല. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോണതല്ലേ. ആകാശത്ത് പൊട്ടിക്കണമെന്നല്ലോ. അല്ല, നമ്മൾ ഈ മണ്ണി ചവിട്ടി വന്നതാണ്. ആ ബോധ്യം എപ്പോഴും ഉണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എവിടെ എത്തിക്കഴിഞ്ഞാലും ആ ബോധ്യമുണ്ട്. പിന്നെ നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഇതൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള നിങ്ങളിപ്പോ എത്ര പേര് ഒരു വീഡിയോ എടുക്കണം. നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വന്ന സാഹചര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫോൺ പോലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇതൊന്ന് ഷൂട്ട് ചെയ്യാനോ. അത്രയും ഇന്നിപ്പോ 3-4 ഫോൺ നമ്മൾ പറഞ്ഞ ഏത് കമ്പനിക്കാർ വേണമെങ്കിലും ഫോൺ വീട്ടിലേക്ക് എത്തിക്കും. അപ്പൊ ആ അവസ്ഥയിലേക്ക് വരെ നമുക്ക് എത്താൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ നമ്മൾ വന്ന വഴികളൊക്കെ മറക്കാണ്ടിരിക്കുക. നമ്മുടെ കൂടെ നമ്മുടെ ചേട്ടന്മാർ നമ്മുടെ ഈ നാട്ടിലൊക്കെ ചേട്ടാ എന്താ പറയുക, ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോണതാണ്. ഇങ്ങനെ ആദ്യമായിട്ടാ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു സംശയം, എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൂ ജോബിയുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ജോബിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വ്യത്യസ്തതയാണ്. ഒരു പാറ്റേണിലല്ല ചെയ്തു പോകുന്നത്, ഒരു സിംഗിൾ പാറ്റേൺ അല്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഞാനൊരു കാര്യം പറയാം. 10 വർഷമായിട്ട് നമ്മൾ തുടങ്ങിയിട്ട്, സാധാരണ 10 വർഷമായിട്ട് ഒരു യൂട്യൂബർ ഈ ഒരു ലെവലിൽ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ വ്യത്യസ്തതയാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കാശും ഇതൊന്നും നോക്കാറില്ല. എത്ര ദൂരെ നല്ലൊരു കണ്ടന്റ് എന്ന് പറഞ്ഞ് പോവും, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കും. അപ്പൊ കണ്ടന്റ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. വ്യത്യസ്തമായ രീതിയിൽ അത് അവതരിപ്പിക്കുക. ചില സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകും. നമ്മള് പ്രത്യേക ലെവലിലൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യും. ചിലതൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ കയ്യിൽ
ചെയ്തേ പോകും. പക്ഷെ എന്നാലും അത് ആൾക്കാർ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എത്ര പൈസ തന്നാലും ജനങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ. പിന്നെ ചില നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു ഷുഗറിന്റെ മരുന്ന് മേടിച്ച് നോക്കിയിട്ട് നമ്മളത് അത് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ സംഭവിക്കും. എല്ലാത്തിലും ഉണ്ടല്ലോ ഓരോ പ്രശ്നങ്ങൾ. അതേ ഉള്ളൂ. ഈ കണ്ടന്റ് അന്വേഷണം എങ്ങനെയാണ്? നമ്മളെ വിളിക്കും. ഇപ്പോൾ 1.8 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടിയിട്ട്. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ കോൺടാക്ട് നമ്പർ കിടക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കാണുക, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലായാലും കേരളത്തിൽ എവിടെയായാലും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പോവും, അത് വീഡിയോ എടുക്കും, നമ്മൾ ഔട്ട് ചെയ്യും, അത്ര തന്നെ. പിന്നെ ഇനി കണ്ടന്റ് കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിയുടെ സൈഡിലായിരിക്കുള്ളൂ യാത്ര ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞാൽ അപ്പോൾ ഈ പോണ വഴിയിൽ തന്നെ എൻ്റെ വീഡിയോകൾ നിങ്ങൾ കണ്ട മിക്കവാറും കാണാം ഈ യാത്രയുടെ ഇടയിൽ കാണുന്ന കാഴ്ചകൾ. അത് പക്ഷേ 1000 ആൾക്കാർ കണ്ടാലും അതിൻ്റെ പുതുമ കാണില്ലേ. പക്ഷെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യസ്ത പുതുമ കാണും. അപ്പോൾ നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കും. ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും നമുക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രശ്നമില്ലാന്ന്. അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതെ, പിന്നെ കണ്ടന്റ് അവിടെ ഉണ്ട്, അത് കാണുന്ന കണ്ണാണ് വ്യത്യസ്തമാണ്. അത് ഞാൻ പറയും, ഞാൻ ചില വീഡിയോകളൊക്കെ എടുത്തിങ്ങനെ വന്നു പറയും, ജോബി ഞങ്ങൾ എത്ര വട്ടം അതിൽ പോയിട്ടുള്ളത്, ഞങ്ങൾക്ക് അതിനൊരു പുതുമ തോന്നും. പക്ഷെ വീഡിയോ എടുത്ത് ഔട്ടായിട്ട് വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും അത് എന്ത് രസമാണെന്ന് പറയുന്നത്. അതൊക്കെ അല്ല, നമുക്ക് വേണ്ടത് ഇവിടെ ഉണ്ട്. അത് കണ്ടെത്താൻ നമുക്കൊരു കണ്ണുണ്ടാവും. അതുണ്ടാവണം. പിന്നെന്ന് പറയാൻ പണ്ടത്തെ പോലെ ഒന്നല്ല, യൂട്യൂബേഴ്സ് ഇഷ്ടമാരിയായി. കാരണം പണ്ടൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ അതിന്റെ 10% പോലും ഇല്ല. ഭയങ്കര ഇപ്പത്തെ അവസ്ഥയൊക്കെ മോശം. പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ തുടങ്ങുക, എന്താ പറയാ, നിങ്ങൾ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയിടുക, അതിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അതിൽ നിന്നുള്ള റവന്യൂ ഒന്നും പ്രതീക്ഷിക്കണ്ട. കുറച്ച് നാൾ കഴിഞ്ഞ് അത്യാവശ്യം വീഡിയോകളൊക്കെ എത്തി കഴിയുമ്പോൾ കുറേശ്ശെ വരുമാനമായി തുടങ്ങും. പിന്നെ പറഞ്ഞാൽ പറ്റുന്ന പണിക്ക് മാത്രം പോവുക. അതായത് തുടങ്ങി വെച്ചിട്ട് അവർ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ ഡൗൺ ആയി കിടന്നുകൊണ്ടിരിക്കും. വീഡിയോ ആഴ്ചയിൽ 2, 3, 4 ഇങ്ങനെ പരമാവധി ഡെയിലി ഇടാൻ പറ്റുകയാണെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവരത് നോക്കും. അവർ പണിയെടുക്കുന്നവർ എനിക്ക് വേണ്ടി പണിയെടുക്കണ്ടോ എന്ന് ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ നമ്മൾ വിചാരിക്കും ഒന്നും അറിയാനില്ല എന്ന്. പക്ഷേ ഇതൊക്കെ തലപ്പത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ അങ്ങോട്ട്. ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഇൻസ്റ്റാഗ്രാമിനോട് വ്യത്യാസം തോന്നുന്നു. ഫേസ്ബുക്കിൽ യൂട്യൂബിലേക്ക് ഒരാൾ കാലെടുത്ത് വെക്കുന്നതിനകത്ത് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ എടുത്ത് പറയാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റവന്യൂ എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ. ചെറിയൊരു പൈസ അവർ കൊടുക്കുള്ളൂ. പണ്ടൊക്കെ എനിക്ക് കിട്ടിയതിൻ്റെ 1000-1 പോലും ഇല്ല. അതെനിക്ക് തോന്നുന്നത് ഈ ഫേസ്ബുക്ക് ഒരിക്കൽ കാണുന്നവരെല്ലാവരും കണ്ടന്റ് ക്രിയേറ്റേഴ്സായി മാറി മത്സരിക്കുന്നതുകൊണ്ടാണോ? അല്ല, അവർക്ക് ഓരോ അപ്ഡേഷൻ, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ ഒരു ബട്ടൺ മതി. എത്ര ആൾക്കാരെ എങ്ങനെ കാണണം, എങ്ങനെ കുറവ് കാണണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വ്ളോഗേഴ്സ് ഇഷ്ടംമാതിരിയായി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉപരി അവർക്ക് അവരുടെ ലാഭത്തിന്റെ ഈക്വൽ അനുസരിച്ചല്ലേ അവർ കൊടുക്കും. അപ്പൊ അത്രയുള്ള റീച്ച് അവർ എത്ര ആളിലേക്ക് എത്തിക്കണം, അങ്ങനെയൊക്കെ തന്നെ. അല്ലാതെ വേറെ ഒന്നുമില്ല. ആൾക്കാർ ധാരാളമായി പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കിട്ടും നോക്കിയിരിക്കുന്ന ഒരുപാട്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ചില സ്ഥാപനങ്ങളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസയും കൊണ്ടൊക്കെയാണ് ഇപ്പൊ നമ്മൾ നിന്ന് പോകണേ. അല്ലാണ്ട് യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ നല്ല വ്യൂ ഉള്ള ആൾക്കാർക്ക് അത്യാവശ്യം കിട്ടിപ്പോണ്ട്. പക്ഷെ അത് പണിയെടുക്കണം. അതാണ് കേസ്. അല്ല, ഇപ്പൊ ഞാൻ ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ് ഈ കാര്യത്തിൽ. പിന്നെ ജോബി 10 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. കാരണം മിക്ക പേരും ഇതിലേക്കൊക്കെ മറിഞ്ഞു പോകണം. എവിടെ അറിയാം, കോവിഡിന്റെ ഒരു സവിശേഷതയായിരുന്നു യൂട്യൂബിന്റെ ഒരു ബൂമിങ്. എൻ്റെയും ആ സമയത്ത് ജനങ്ങൾ വീട്ടിൽ, ഞാനത് അത്രയും റിസ്ക് എടുത്തും ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് ആളുകളിലേക്ക് എത്തി. ഫോളോവേഴ്സ് ഒട്ടേന്ന് പറഞ്ഞിട്ടല്ലേ കയറിയേ. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ 1 മില്യൺ ഫോളോവേഴ്സ് ആവാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അത് അത്രയും അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാടുണ്ട് കേട്ടോ. നമ്മൾ ഈ പറയുന്നത് ഇത് വെറുതെ ആവണതല്ല. യാത്രകളുണ്ട്, ഓരോ വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ റിസ്ക് ഉണ്ട്, അറിയാലോ. അത്രയും കഷ്ടപ്പാടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയിട്ടുള്ളത്. അതിന്റെ എഫർട്ട് നിസ്സാരമല്ല. അത് വായി കൊണ്ട് പറയുമ്പോൾ പെട്ടെന്ന് കഴിയും. ഈ വായെന്ന് പോയൊരു വാക്ക് സോഷ്യൽ മീഡിയയില് അത് തിരിച്ചെടുക്കാൻ ഒരാൾക്കും പറ്റില്ല. അത് നമ്മളെ പോലുള്ള വേറെ വ്ളോഗേഴ്സ് ആണ് ഇപ്പൊ നേരെ അതിനെ വേറെ രീതിക്കൊക്കെ ആക്കിയെടുത്ത് മാറ്റണേ. പണ്ട് നമുക്ക് ഓപ്പോസിറ്റ് ശത്രുക്കൾ എന്ന് പറയുന്നത് വേറെ. ഇന്നിപ്പോ നമുക്ക് നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയാണ്. അതും കണ്ടന്റിന്റെ അവരുടെ ദാരിദ്ര്യം കൊണ്ട് ചെയ്യണതാണ്. പിന്നെ നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വരുന്നത് നോക്കാനൊന്നും പോകണ്ട. ഞാൻ വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം ആൾക്കാർ കണ്ടിട്ട് അതിൽ 100 ആൾക്കാർ നെഗറ്റീവ് കമന്റ് എഴുതിയ 10 ലക്ഷം 100 തമ്മിലുള്ള വ്യത്യാസം എന്താ? അവർക്ക് എഴുതാനുള്ള ഒരു മാധ്യമമാണത്. അവർ എഴുതിക്കോട്ടെ, അവർ വിട്ടോട്ടെ, നമ്മുടെ മേത്തൊന്നും പറ്റണില്ല. അവർ തൃപ്തിപ്പെടുത്തുക. ഇത് നേരം വെളുക്കുമ്പോൾ അവർ ഇരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആർക്ക് പണി കൊടുക്കാം, ഇത് എങ്ങനെ ഇന്ന് ഇത്ര എഴുതാം. പക്ഷെ ഇവർ ചിന്തിച്ചാൽ മതി, ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം മതി. നല്ലതല്ല അവർ എഴുതണേ. അവരുടെ കൈ നിന്ന് പോകാനും അവരുടെ ഹൃദയെടുപ്പ് നിന്ന് പോകാനായിട്ട് ഈ നെഗറ്റീവ് എഴുതുന്ന ആൾക്കാർ ചിന്തിച്ചാൽ മതി. അതൊക്കെ അതിന്റെ വഴികൂടെ പോകുന്നത്. അത് മൈൻഡ് ചെയ്യാനേ പോണ്ട. ഇപ്പൊ പുതിയ ധാരാളം പേര് വരുന്നുണ്ടല്ലോ. ഇപ്പൊ ജോബി 10 വർഷത്തെ എക്സ്പീരിയൻസിൽ എന്തോ പറയും അവരോട്, പുതിയതായിട്ട് വരുന്നവരോട്? നിങ്ങൾ
നിങ്ങളുടെ ഏതെങ്കിലും ജോലിയുടെ ഇടയിൽ കൂടെ ഇതിന് വേണ്ടി മാത്രം ഇരിക്കാണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ജോലിയുടെ ഇടയിൽ കൂടെ ഈ നടന്നു പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തി വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കാം. അത് അവരുടെ ആഗ്രഹം. അവരൊരിക്കലും നമുക്ക് നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല. ഇതിൽ നിന്നൊരു വലിയ വരുമാനം പ്രതീക്ഷിച്ചിട്ടൊന്നും അത് ഫിനാൻഷ്യൽ മോട്ടോ മാത്രമാവരുത്. അങ്ങനെ നിർത്തിയാൽ ഇതൊരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് വീട്ടിലിരിക്കുന്ന പ്രായമായിട്ടുള്ള അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ ഇവിടെ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ കാണുമ്പോൾ അത് അതേപോലെ അവരും കൂടി കാണിച്ചു കിട്ടുമ്പോൾ എന്തെങ്കിലും ഇവർ നമ്മളെ കാണുമ്പോൾ അവർ പറയാണ് ജോബി ഞങ്ങൾ അത് കണ്ടുവിട്ടാന്ന് പറയുമ്പോൾ ഈ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ധാരാളം കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും എങ്ങനെ ഒരു നെഗറ്റീവ് അടിച്ചതോ അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ മനസ്സിന് അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയത്? അത് ഇഷ്ടംമാരായിട്ട് പറയാനാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പാട് കൊടൈക്കനാലിൽ വെള്ളകവി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലുള്ള ആളുകൾ ചെരുപ്പിടില്ല. അതായത് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം അങ്ങോട്ട് ഫോറസ്റ്റുകാർ കടത്തി വിടാനില്ല, 8 കിലോമീറ്റർ ചെന്ന് അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്ത് തിരിച്ചിങ്ങോട്ട് വരണം. അന്ന് ഞാൻ പോയ പോക്കാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ വയ്യാണ്ട്. ഞാൻ അവിടെ തിരിച്ചു വരില്ല. കാരണം ആനയുണ്ട്, പുലിയുണ്ട്, അവിടെ ആൾക്കാർ അത്രയും റിസ്കിൽ നമ്മൾ പോയി ഷൂട്ട് ചെയ്തത്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടി ഷൂട്ട് ചെയ്തിട്ടുള്ള സാധനം. പേടിച്ചിട്ടുള്ള കാസർഗോഡ് ഒരു കുഞ്ഞമ്പുച്ചേണ്ട ഒരു ഗുഹയുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടോന്ന് അറിയില്ല, സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായ സംഭവമാണ്. അതിന്റെ ഉള്ളിൽ കൂടെ ഇവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ കാടിന്റെ ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ പോയിട്ട് ഈ ഒരാൾ ഒറ്റയ്ക്ക് അന്ന് ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ തിരിച്ചു വരില്ല. ഈ ഒരു വ്ളോഗിങ്ങോട് കൂടിയിട്ട് ഞാൻ തീർന്നു. കാരണം നമ്മൾ നന്നായി ഒന്ന് കൈ കൊട്ടിയാൽ പോലും ഒരു മണ്ണ് ഇവിടെ താഴ്ത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസം മുട്ടി അതിൻ്റെ ഉള്ളിൽ കിടന്ന് മരിക്കും. അന്ന് ഞാൻ പേടിച്ച പോലെ ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഒരു വ്ളോഗ് എടുക്കാനും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടം കാണാൻ ഞാനൊരു പോക്കും കൂടി പോകും മക്കളെ. അങ്ങനെയല്ല, അതൊരു സംഭവം അല്ലല്ല. വെട്ടുകല്ല് തുറന്ന് ഇങ്ങനെ ഒരാൾക്ക് ചെന്ന് കിടക്കാൻ പറ്റുള്ളൂ. കിലോമീറ്റർ ചെന്ന് അതിന്റെ ഉള്ളിൽ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പേടിച്ച് പോകുന്നതാ. പക്ഷെ ഇപ്പൊ വേനൽക്കാലമായി മണ്ണിടിയില്ല എന്നുള്ള വിശ്വാസം ഉണ്ട്. അതാണ് എന്റെ ജീവിതത്തിൽ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഒരു ചുവന്നോണ്ണുകാരൻ്റെ സോഷ്യൽ മീഡിയ ഡെവലപ്മെന്റ് സെനത്തിലാണ് ആണല്ലോ ഇപ്പൊ ജോബിയാണോട് അതിന്റെ അങ്ങേറ്റത്ത് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ആണല്ലോ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളൊന്നും ഒരു സെക്കൻഡ് കൂടി ഇല്ലല്ലോ, ഒരു സെക്കൻഡ് കൂടി ഇല്ല. അല്ലേ? അത് ജോബി സ്വയം ഉണ്ടാക്കിയെടുത്താണ്. ആരും സമ്മാനം തന്നതല്ല. ജോബിയുടെ എഫർട്ട് കൊണ്ട് മാത്രം നേടിയെടുത്തതാണ് ആണല്ലോ. അതുകൊണ്ടാണ് അംഗീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ജോബിക്ക് അതിന്റെ സൗന്ദര്യവും അതിന്റെ ആസ്വാദ്യത അനുഭവിക്കാൻ പറ്റുന്നത് ആണല്ലോ. ഞാൻ ആ 10 കൊല്ലം മുമ്പും ഇപ്പൊ ഈ ഒരു എത്തുന്ന സമയം വരെ ഞാൻ പോയിട്ടുള്ള ഓരോ വീഡിയോകളും കണ്ടന്റുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാഹസികവും അതിന് റിട്ടേൺ വന്നുള്ള പ്രശ്നങ്ങളും ഒക്കെ ഞാൻ ഓരോ ദിവസം കാണുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് മറക്കാതിരിക്കുക. ആ 10 കൊല്ലം മുമ്പുള്ള സംഭവം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇതായിട്ട് തുടങ്ങുന്ന ആൾക്കാർ തുടങ്ങുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അതോടുകൂടി എന്തെങ്കിലും ജോലി കാര്യങ്ങൾ നോക്കുക, അത്രയൊക്കെ തന്നെ കൂട്ടത്തിൽ ചെയ്യുക. അതിന്റെ വഴിക്കടെ നടന്നു പോകും. അതെ, എന്തായാലും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കാണാനും സംസാരിക്കാനും കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. എന്തൊക്കെയാണ് ഭാവിയിലൊരു പരിപാടി ഞാൻ പറയും. എത്ര വലിയ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർ ആയിക്കോട്ടെ, എത്ര ലക്ഷങ്ങൾ കിട്ടുന്ന ആൾക്കാരായിക്കോട്ടെ, ഇതൊക്കെ എപ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വന്തമായിട്ട് വേറൊരു ബിസിനസ്, എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു കച്ചവടമോ സെയിൽസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങി വെച്ചാൽ ഈ ഒരു പ്രസ്ഥാനം വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ പ്രൊമോട്ട് ചെയ്താലും മുന്നോട്ട് പോകാൻ കൊണ്ടുപോകുക കാര്യങ്ങൾ. എന്തായാലും ഒരു സൈഡ് ബിസിനസ് വേണമെന്നുള്ളതാണ് ഞാൻ പറയാം. എല്ലാവരും തുടങ്ങി കഴിഞ്ഞു, നമ്മൾ മാത്രമല്ല, എല്ലാവരും ഇതോടുകൂടി തന്നെ ഒരു ചെറിയ പെട്ടികടയായാലും മതിയെന്ന് നമ്മുടെ നാട്ടില്. അതിന് തന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതാക്കി അതുകൂടി നമ്മളൊന്ന് കാണണം മുന്നിൽ. അത്രേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം. ഞങ്ങളോടും പ്രേക്ഷകരോടും ഇനി പുതിയതായിട്ട് വരുന്നവരോടും ഒക്കെ സംസാരിച്ചതിന്. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് കൂടി പറഞ്ഞു കൊടുത്തേ. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്. തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ എല്ലാം ഉണ്ട് അല്ലേ? നന്നായി വരട്ടെ. ഇനി അടുത്തൊരു ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ മില്യൺ ഫോളോവേഴ്സും മില്യൺ വ്ളോഗ് എന്താ പറയാ കാഴ്ചക്കാരൊക്കെ ആയിട്ട് വരട്ടെ. വളരെ സന്തോഷം. ഓക്കെ, ശരി.